ഹലോ. സോ ടുഡേ ഈസ് എ ലേസി ഡേ. എനിക്കിന്ന് വർക്ക് ചെയ്യാനൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. ബിക്കോസ് ഐവ് ബീൻ ഡ്രീമിങ് അബൌട്ട് ബിക്കമിങ് എ വ്ളോഗർ. സോ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഐ എം സോണിയ, അൻ ആർക്കിടെക്റ്റ്. ആൻഡ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഫ്രീലാൻസ് ആയിട്ടാണ് സിൻസ് 6 months. അത് നോർമലി ഞാൻ ഒത്തിരി പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും ഞാൻ ടാസ്ക് കിട്ടുമ്പോൾ പിന്നത്തേക്ക് മാറ്റി മാറ്റി വെക്കും. ഇൻ കേസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈൻ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ അപ്പോൾ ചെയ്യുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഞാൻ മാറ്റി വെക്കും. ഇന്നൊരു 2 പ്ലാൻസ് കൊടുക്കാനുണ്ടായിരുന്നു. ആൻഡ് ഒരെണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം പിന്നീട് ചെയ്യണം. ആൻഡ് ഒരു 3D മോഡൽ, ഒരു റെനോവേഷൻ പ്രോജക്റ്റിൻ്റെ ഒരു 3D മോഡൽ ചെയ്യാൻ കിടക്കുന്നു. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വർക്ക് സ്പേസ് ഒന്ന് കാണിച്ചു തരാം. ഒത്തിരി ഒന്നുമില്ല, ഒരു ചെറിയ വർക്ക് സ്റ്റേഷനാണ്. ബിക്കോസ് ഞാൻ 6 months ആയിട്ടുള്ളൂ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. സോ ഒരു എൽ ഷേപ്ഡ് ടേബിൾ ഉണ്ട് ആൻഡ് 2 ലാപ്ടോപ്സ്. ഇപ്പോൾ ഞാൻ PC യൂസ് ചെയ്യാറില്ല. ആഫ്റ്റർ റിസൈനിങ് ഫ്രം ഓഫീസസ് ഞാൻ PC യൂസ് ചെയ്യാറില്ല. ബിക്കോസ് ഞാൻ റെൻഡറിങ് അധികം ചെയ്യാറില്ല. റെൻഡറിങ് ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് പതിവ്. സോ എനിക്കിപ്പോൾ തൽക്കാലം ലാപ്ടോപ്പ് ആണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് PC ഒക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്, പിന്നെ എന്തോ അത് വേണ്ടാന്ന് വെച്ചു. എനിക്ക് ലാപ്ടോപ്പാണ് കംഫർട്ടബിൾ. ബിക്കോസ് എനിക്ക് അതേപോലെയായിട്ടും ക്യാരി ചെയ്യാം. എനിക്ക് പ്രിൻ്റ് ഔട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫയൽസ് ആയിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എഡിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഉപകാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ലാപ്ടോപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. സോ കൺഫിഗറേഷൻ കൂടിയ മോഡൽ ഇതാണ് എൻ്റെ കറണ്ട് ഫേവറേറ്റ്. സോ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം, തോട്ട് ഓഫ് ദി ഡേ: വൈ ആർക്കിടെക്ട്സ് ഓൾവേസ് ഫിനിഷ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. അതിനുള്ള ആൻസറാണ് എൻ്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അതിനുള്ള ആൻസറാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ദ ബ്ലാങ്ക് പേജ് എഫക്റ്റ് ആണ്. ബ്ലാങ്ക് പേജ് എഫക്റ്റ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഇപ്പം നമുക്കൊരു ഡിസൈൻ പ്രോബ്ലം കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ടാസ്ക് കിട്ടി. നമ്മളത് ഒരു ഇൻഫിനിറ്റായിട്ട് ടൈമുണ്ട്, എപ്പോഴെങ്കിലും കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളത് പിന്നീട് എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കും. ബട്ട് നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടൈം പീരീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് മാറ്റി വയ്ക്കില്ല. നമുക്ക് ടൈം ഓൾറെഡി ലിമിറ്റഡ് ആയിട്ട്, വൺസ് ടൈം ഈസ് ലിമിറ്റഡ്, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നാച്ചുറലി സ്വാഭാവികമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഡെഡ് ലൈൻസ് ക്രിയേറ്റ് കൺസ്ട്രെയിൻസ്. ഡെഡ് ലൈൻസ് ക്ലോസ് ആവും തോറും നമ്മളൊരു സൊല്യൂഷൻ കൊടുക്കാനാണ് ചിന്തിക്കുക, അല്ലാതെ നമ്മളത് പെർഫെക്റ്റ് ആക്കാൻ നോക്കില്ല. എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കണം, ഞാൻ കൊടുക്കുന്ന ഓപ്ഷൻ ഏറ്റവും നന്നായിരിക്കണം. ആ ഒരു ഇതിൽ നിന്ന് ഒഴിവായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ പ്രോബ്ലത്തിന് ബെറ്റർ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുക എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുക. തേർഡ് വൺ ഇച്ചിരി രസമുള്ളൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് എ മാജിക്. എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ദിവസം നമുക്ക് ഒരു വെളിവ് കിട്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല, ആ ഡിസൈൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതല്ല. നമുക്ക് ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ബാക്കപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഗ്രാജുവലി ആ ഒരു സാധനം, ആ ഒരു ഡിസൈൻ പ്രോബ്ലം നമ്മുടെ തലയിൽ കിടന്ന് ഡെവലപ്പായി ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ പേപ്പറിലേക്ക് മാറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്വാപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾക്ക് ഓൾറെഡി നമ്മുടെ ഹെഡിൽ ഒരു ഐഡിയ ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ല അങ്ങനെ ചെയ്യാം, ഇന്നതാണ് ആ പ്ലോട്ടിൻ്റെ ഡയമെൻഷൻ, സോ ഇങ്ങനെയൊക്കെ നമുക്കത് അതിൽ പൊള്ളിക്കാൻ പറ്റും എന്ന് നമുക്ക് ആ ഡിസൈൻ പ്രോബ്ലം കിട്ടുമ്പോഴേ നമുക്കൊരു ധാരണ ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. തേർഡ് എന്ന് പറയുന്നത് അഡ്രിനാലിൻ എഫക്റ്റ് ആണ്. അഡ്രിനാലിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു, ബെറ്ററായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്തി വരച്ചു കൊടുക്കാൻ പറ്റുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എനിക്ക് പലതവണ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാൻ 5 days ഉണ്ട്. ഒരു പ്ലാൻ ചെയ്ത് കൊടുക്കാൻ ഒരു 5 days ഉണ്ട്. ഈ 5 daysൽ 5th day ആണെങ്കിൽ നമ്മളിരുന്ന് വരയ്ക്കുക. ബട്ട് ആ 4 days വരെ ഓരോ ദിവസവും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതിപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ടൈം ഒന്നും ആയിരിക്കില്ല. മറ്റൊരാളുടെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ആ പ്രോജക്റ്റിന് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക എന്നൊരു തോട്ട് വന്നാൽ തന്നെ അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. സോ അങ്ങനെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി കുറച്ച് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടി ഇവാലുവേറ്റ് ചെയ്ത്, അല്ലെ അതെല്ലാം കൂടി ഒന്ന് കൺസോളിഡേറ്റഡ് ആയിട്ടൊരു ഓപ്ഷൻ നമുക്ക്, ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുകയാണ് 5th day എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് മിനിറ്റ് വർക്ക് ചെയ്യുന്നതിനെ പറ്റി, ലേസി ഡേയ്സ് ഉണ്ടാകുന്നതിനെ പറ്റി, പ്രോക്രാസ്റ്റിനേഷനെ പറ്റി ഇതൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും നമ്മൾ ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ ഇതിൻ്റെ പുറകെ റിസർച്ച് ചെയ്തതിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ടാണ് ഒരു ക്ലയൻറ്റിൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് ഫൈനലി. സോ ഇത് ഈവൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് സ്കെച്ചിങ്. നമ്മൾ ഡിസൈൻ ചെയ്ത്, അതായത് ഒരു സ്കെച്ച് ചെയ്ത് വെക്കുക, ഒരു ഔട്ട്ലൈൻ വരച്ച് വെക്കുക. അതിനുശേഷം 2 ദിവസം നമ്മൾ ആ ഒരു ഡിസൈൻ പ്രോബ്ലം മാറ്റി വെക്കുക. അതിനുശേഷം ഒരു ഫ്രഷ് ആയിട്ട് വന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പുതിയ ഐഡിയാസ് കിട്ടും, അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസ് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ഔട്ട്പുട്ട്സ് ബെറ്റർ ആക്കാവുന്നതാണ്. സോ ഇന്നൊരു ലേസി ഡേ ആയിരുന്നു. ആ ലേസി ഡേ ഇത്രയെങ്കിലും പ്രൊഡക്റ്റീവ് ആക്കി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.